അപ്പോൾ പട്ടിക്കാട് ജാമിയ നൂരിയ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മേൽനോട്ടത്തിൽ രൂപീകൃതമായതാണ്. 1963 തുടക്കം. ഈ മതപണ്ഡിതന്മാരുടെ പഠനത്തിൻ്റെ ഔപചാരിക സമാപനത്തിന് ഒരു ഉയർന്ന കോളേജിൽ ചേർന്നവർ പഠിക്കുന്ന രീതി നിലവിലുണ്ട്. ഈ 63 മുമ്പ് കേരളത്തിലെ മതപണ്ഡിതന്മാർ അഥവാ മതവിദ്യാർത്ഥികൾ അധ്യയനത്തിൻ്റെ ഉപരിതലത്തിലെത്തിയാൽ അതിൻ്റെ സമാപനത്തിന് വേണ്ടി പോയിരുന്നത് വെല്ലൂരാണ്, തമിഴ്നാട്ടിലെ വെല്ലൂർ. അവിടെ ബാക്കിയാത്തു സാലിഹാത്ത് എന്ന് പറഞ്ഞൊരു അറബി കോളേജുണ്ട്. അതിൽ 100-150 കൊല്ലം പഴക്കമുള്ളതാണ്. അവിടെയാണ് അവർ പോയിരുന്നത്. അപ്പോൾ ഇവിടുന്ന് അവിടെ പോകാനും പിന്നെ അവിടെ തമിഴ് ഭാഷയാണ്, തമിഴ്നാടാണല്ലോ. അപ്പോൾ ഭാഷാപരമായ പ്രശ്നങ്ങൾ, യാത്രാ അസൗകര്യങ്ങൾ തുടങ്ങിയതൊക്കെ പരിഗണിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെയൊന്നും ഉണ്ടാക്കണം. കാരണം മതവിദ്യാഭ്യാസ രംഗത്ത് വളരെ ശക്തമായ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ധാരാളം പള്ളികളിലാണ് ഈ മതപഠന സംവിധാനങ്ങൾ ചെയ്യൽ. പള്ളി ദർസ് എന്ന് പറഞ്ഞാൽ അതാ. ഈ പള്ളി ദർസിൽ 6 കൊല്ലം 8 കൊല്ലം 10 കൊല്ലമൊക്കെ പഠിച്ചിട്ടാണ് അവരങ്ങോട്ട് പോവുക. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരു സ്ഥാപനം വേണമെന്ന് സമസ്തയുടെ സുപ്രീം കൗൺസിൽ മുഷാവറ ആലോചിക്കുകയും അങ്ങനെ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1963 പട്ടിക്കാട് ഈ ജാമിയ നൂരിയ സ്ഥാപിതമാകുന്നത്. പശ്ചാത്തല ചരിത്രം വിശദമായി പറയാൻ സമയമില്ല. അപ്പം അങ്ങനെ 2 കൊല്ലത്തെ ഉപരിപഠനമാണ് അവിടെ ചുരുങ്ങിയതുണ്ടാകുക. 3 കൊല്ലം, അതായത് 3 കൊല്ലത്തെ പഠനത്തിന് ചേരുന്നവരുണ്ട്, 4 കൊല്ലത്തെ പഠനത്തിന് ചേരുന്നവരുണ്ട്. നിങ്ങൾ എത്ര കൊല്ലം പഠിച്ചത്? 4 കൊല്ലം. ഞാൻ 2 കൊല്ലം. 3 കൊല്ലം, അതായത് ഒരു ക്ലാസ് 1-ാം ക്ലാസ്, 1-ാം കൊല്ലം, 2-ാം കൊല്ലം, 3-ാം കൊല്ലം, 4-ാം കൊല്ലം. ഈ 3-4 കൊല്ലം നിർബന്ധമാണ്. അങ്ങനെയാണല്ലോ സംവിധാനം. അപ്പോൾ അങ്ങനെയാണ് ജാമിയ നൂരിയ തുടങ്ങിയത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അറബിക് കോളേജ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി അതിനുവേണ്ടി സമസ്ത മുഷാവറ രൂപീകരിച്ചു. 1962 അല്ലെങ്കിൽ 60കളുടെ തുടക്കത്തിൽ ഇത് സംബന്ധിച്ച് ചിന്ത നടന്നു. അതിന് അന്തിമ രൂപം നൽകി. അങ്ങനെയാണ് 63 അതിന് ഏറ്റവും വലിയ സഹായകമായി അന്ന് പട്ടിക്കാട് ഒരു ബാപ്പു ഹാജി ഉണ്ടായിരുന്നു. അദ്ദേഹം പാകിസ്ഥാനിലായിരുന്നു അന്നല്ല, ആദ്യകാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ്. അപ്പോൾ കറാച്ചി ബാപ്പു ഹാജി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആ പശ്ചാത്തലം പറയാനാണ് പാകിസ്ഥാനിലായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നതുമില്ല. അപ്പം അങ്ങനെ പണ്ഡിതന്മാരും ബാഫക്കിത്തങ്ങൾ, വാണക്കാട് പൂക്കോയത്തങ്ങൾ, പിന്നെ ഇ.കെ. ശംസുൽ ഉലമ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ തുടങ്ങി സമസ്തയുടെ നേതൃതലങ്ങളിലുള്ള ആളുകൾ സമസ്തയുമായി സഹകരിച്ച് സഹസഞ്ചാരം നടത്തിയിരുന്ന തങ്ങന്മാർ അഥവാ പ്രവാചക കുടുംബത്തിലെ പണ്ഡിതന്മാരും നേതാക്കളുമായിരുന്ന ആളുകൾ, ബാഫക്കിത്തങ്ങൾ, പൂക്കോയത്തങ്ങൾ പോലുള്ള ആളുകൾ, ഇവരെല്ലാം കൂടി സമന്വയിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അറബിക് കോളേജ് കമ്മിറ്റി സമസ്ത മുഷാവറ രൂപീകരിച്ചത്. അന്ന് മുതൽ വളരെ സുഗമമായി കേരളത്തിൻ്റെ നാനാഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉപരിപഠനത്തിന് വേണ്ടി വന്നിരുന്ന ധാരാളം മതവിദ്യാർത്ഥികൾ അഥവാ ഉന്നത തലങ്ങളിലുള്ള മതവിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ എല്ലാ കാലത്തും അവിടെ കർണാടകയിൽ നിന്ന്, അതുപോലെ മംഗലാപുരത്ത് നിന്ന്, കാസർഗോഡ്, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരവിടെ ഈ ബിരുദമെടുക്കാൻ വേണ്ടി വരും. 2 കൊല്ലത്തെ പഠനമാണ് ചുരുങ്ങിയത് വേണ്ടത്. ചിലർ 3 കൊല്ലം 4 കൊല്ലം അങ്ങനെ ഉള്ളൊരു സംവിധാനമാണ് നടന്നു വരുന്നത്. അപ്പോൾ കേരളത്തിലും പുറത്തും ഇങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. വടക്കേ ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ തന്നെ ഇപ്പോൾ മറ്റു പല സ്ഥാപനങ്ങളും പിന്നീട് സ്ഥാപിതമായി. അപ്പോൾ ഈ സമസ്തയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും സമസ്തയുടെ സംഘാടനത്തിലും രൂപീകൃതമായത്, സ്ഥാപിക്കപ്പെട്ടത് എന്ന നിലക്ക് ജാമിയ നൂരിയക്ക് സവിശേഷമായ വർദ്ധിതമായൊരു പ്രസക്തി ഉണ്ട്. കേരളത്തിലുടനീളം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനകളോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ ഈയിടെയായി ആ സ്ഥാപനത്തിൻ്റെ ഗരിമക്ക്, അതിൻ്റെ വൈശിഷ്ട്യത്തിന്, അതിൻ്റെ ഉന്നതിക്ക് വിഘാതമാകുന്ന ചില നീക്കങ്ങളൊക്കെ ഉണ്ടായി. അതിൽ അവസാനമായി ഉണ്ടായത്, പരസ്യമായി ഉണ്ടായത് 3 ദിവസം മുമ്പ്, എത്രാം തീയതി? 7-ാം തീയതി പെരിന്തൽമണ്ണയിൽ ഒരു സമ്മേളനം നടത്തപ്പെട്ടു. അതിൻ്റെ കാരണമായി അവർ പറഞ്ഞത്, ജാമിയ നൂരിയയിൽ 4-5 വർഷമായി അധ്യാപന സേവനം ചെയ്തിരുന്ന KV അസ്ഗർ അലി ഫൈസി, അദ്ദേഹം ഞങ്ങളുടെ സമകാലികനാണ്, ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന അന്ന് അവിടെ പഠിച്ചിരുന്ന ആളാണ്.
അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഈയിടെയായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ മേധാവികൾക്കും നേതാക്കന്മാരിലും ചിലർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തി, ചില പ്രസംഗങ്ങൾ ചില സ്ഥലത്തൊക്കെ നടത്തി, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായി അങ്ങനെയുള്ള ആശയവിനിമയങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു. അങ്ങനെ അദ്ദേഹത്തിനെതിരെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. ഒരു 2 ആഴ്ച മുമ്പ് ജാമിയ നൂരിയയിൽ ചേർന്ന എക്സിക്യൂട്ടീവിൽ വെച്ചാണ് അത് സംഭവിച്ചത്, 2-3 ആഴ്ച മുമ്പ്. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സേവനം കൃതജ്ഞതാപൂർവ്വം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിവരം അറിയിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ, നേരത്തെ അദ്ദേഹം പള്ളികളിൽ ദർസ് നടത്തിയിരുന്ന, ജാമിയയിലും 4-5 കൊല്ലം അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന ചിലരൊക്കെ അത് വലിയൊരു വിഷയമായി പൊക്കിപ്പിടിച്ച് ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു എന്നതാണ് ഉണ്ടായത്. പക്ഷേ ജാമിയ നൂരിയ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആളുകൾ നിയമിതരാകലുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി പലരും നിയമിക്കലുണ്ട്. ഇപ്പോൾ ജാമിയ നൂരിയയിൽ തന്നെ ശംസുൽ ഉലമ AK അബൂബക്കർ മുസ്ലിയാർ അധ്യാപകനായിരുന്നു, പ്രിൻസിപ്പളായിരുന്നു. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവിടെ സംസ്ഥയുടെ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു. പിൽക്കാലത്ത് അധ്യാപന സേവനം നിർത്തി. മറ്റ് തമിഴ്നാട്ടിലുള്ള അബൂബക്കർ ഹസരത്ത് പറഞ്ഞ ഒരു അധ്യാപകനുണ്ടായിരുന്നു, അദ്ദേഹത്തെ അവിടെ നിയമിച്ചു, അദ്ദേഹത്തിൻ്റെ സേവനം നിർത്തി. ഇത് ജാമിയ നൂരിയയിൽ മാത്രമല്ല, ഇതുപോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ സർവ്വസാധാരണമായി നടത്തപ്പെടുന്നതാണ്. ഉദാഹരണമായി നന്ദി ദാറുസ്സലാം അറബിക് കോളേജ്, EK ഉസ്താദ് അവിടെ അധ്യാപകനായിരുന്നു, കൂട്ടുമൽ ഉസ്താദ് അവിടെ അധ്യാപകനായിരുന്നു, MT ഉസ്താദ് അവിടെ അധ്യാപകനായിരുന്നു, നമ്മളെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവിടെ അധ്യാപകനായിരുന്നു. അവർ പിന്നീട് അവിടെ നിന്ന് തിരസ്കൃതരായി. അപ്പോൾ ഇത് സർവ്വസാധാരണമായൊരു നടപടിയാണ്. അങ്ങനെ പ്രതിഷേധിക്കാനുള്ള വകയൊന്നും ഇല്ല അതിൽ. പക്ഷേ ചില ആളുകൾ അതൊരു ദുർലക്ഷ്യമായി കണ്ടുകൊണ്ട് അവരുടെ ഈ ചില ദുർവിചാരങ്ങൾക്ക് നിമിത്തമാകാൻ വേണ്ടി, അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി നടത്തിയ ഒരു സംരംഭം എന്നേ പറയാനുള്ളൂ.